ഇന്ന് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഇടുന്നത്. അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1/2 കിലോ ബീഫ് എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടുക, 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഇവിടെ ഒരു പട്ടി കുരയ്ക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇവനെ അങ്ങോട്ട് കുക്കറിലേക്ക് മാറ്റുക. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം പൊളിച്ച് വെച്ച ചെറുള്ളി അതിനകത്തേക്ക് ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം കറുവപ്പട്ട ഒരു 3 4 എണ്ണം ഇടുക. പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു കോമഡി ഉണ്ടായി, കുക്കറിനകത്ത് വെച്ച് വിസിലടിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം ചീനിച്ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, കടുക് വറ, പിന്നെ അതിനകത്തേക്ക് കറിവേപ്പില ഇടുക, പിന്നെ 1 സ്പൂൺ കുരുമുളക് ഇടുക. അതിനുശേഷം ഉള്ളി, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചിട്ട് ചീനിച്ചട്ടിയിലേക്ക് ഇടുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മുടെ കുക്കറിലിരിക്കുന്ന ബീഫ് വന്നിട്ടുണ്ട്. ആ ബീഫ് എടുത്തിട്ട് ഇതിനകത്തിട്ട് അങ്ങ് തട്ടിയതിന് ശേഷം ഇവനെ നന്നായിട്ട് ഇളക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കുക. അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇടുക. ഇപ്പോഴാട്ടോ നമ്മൾ ഗരം മസാല ഇടുന്നത്, നല്ല സ്മെല്ലിങ് കൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം ഒരു പകുതി മുറിച്ച സവോള അരിഞ്ഞ് അതിനകത്തേക്കിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇപ്പോൾ ഗ്രേവി ഇച്ചിരി കുറഞ്ഞു തുടങ്ങും, കൊഴുപ്പൊക്കെ ഇറങ്ങി തുടങ്ങും. ഈ സമയം കുരുമുളക് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുമ്പോൾ ഇവനിങ്ങോട്ട് കറുത്ത് വരും. ആഹാ, നല്ല സ്മെൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാനൊരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് ചോറ് എടുത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് മോര് കറി ഒഴിച്ചു, നമ്മുടെ ബീഫ് ഫ്രൈ എടുത്ത് വെച്ചു, മീൻ വറുത്തത് എടുത്ത് വെച്ചു, തോരൻ എടുത്ത് വെച്ചു, കുറച്ച് കിളിമീൻ കറി എടുത്ത് വെച്ചു, എരിശ്ശേരി എടുത്ത് വെച്ചു, പാവയ്ക്ക മെഴുക്കുവരട്ടി എടുത്ത് വെച്ചു. ഇതൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ, പക്ഷേ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, എനിവേ, നമ്മുടെ ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.